CPI എതിർപ്പിനെ തുടർന്ന് പിന്നാക്കം പോയെങ്കിലും PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി തീരുമാനം എടുക്കാനാവില്ല എന്ന് വിലയിരുത്തൽ. കരാർ റദ്ദാക്കാൻ അന്തിമ തീരുമാനം എടുക്കാനാവുക കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ്. അതേസമയം സംസ്ഥാനം പദ്ധതി പുനഃപരിശോധിക്കുന്നതിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടും നിർണായകമാകും. PM ശ്രീയിൽ നിന്ന് മുന്നണിയുടെ കെട്ടുറപ്പ് ലക്ഷ്യമിട്ട് പിന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനിച്ചുവെങ്കിലും അത് എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തൽ. CPIയുടെ എതിർപ്പിൽ വിഷയം ചർച്ച ചെയ്യുന്നതിന് 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ ഇന്നലെ ചുമതലപ്പെടുത്തിയിരുന്നു. സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ പദ്ധതി നടപ്പാക്കില്ലെന്ന് കാണിച്ച് കേന്ദ്രത്തിന് കത്തയക്കാനാണ് തീരുമാനം. ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിനാവില്ലെന്നാണ് വിലയിരുത്തൽ. അതേസമയം കേന്ദ്ര ഫണ്ട് സ്വീകരിക്കാത്ത പക്ഷം കേന്ദ്രം കരാർ മരവിപ്പിച്ചേക്കും. വിഷയം ഉപസമിതി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. അതിന്റെ മെറിറ്റും ഡിമെറിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ ഉപസമിതിയുണ്ട്, ഉപസമിതി കൂടി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ PM ശ്രീയിലെ സർക്കാർ നിലപാടിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് BJP തീരുമാനം. ഇനിയിപ്പോൾ സ്കൂളുകൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ഇനി 1-ാം ക്ലാസ് തൊട്ട് മറ്റ് സംസ്ഥാനത്തേക്ക് പോകാനുള്ള പ്രവണതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണിത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സർക്കാർ പോകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർക്കാർ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം നിർണായകമാണ്. കരാർ റദ്ദാക്കാൻ തീരുമാനിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നഷ്ടമാകും. ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും. അതേസമയം CPIയുടെ എതിർപ്പ് മറികടന്ന് പദ്ധതി അംഗീകരിക്കുമോ എന്നുള്ളതും തള്ളിക്കളയാനാവില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.